ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രീ തുഭ്യം നമോ നമഃ. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ആധ്യാത്മികം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ അവിടെ മറുപടി കൊടുത്തില്ല. കാരണം അത് സൗകര്യം പോലെ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്നൊക്കെയാണ് ധാരണ ഉണ്ടായത്. അതിനുശേഷം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ എഴുതിയിടാറുണ്ടല്ലോ, ആ വാട്സപ്പ് നമ്പറിൽ വീണ്ടും എന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവരാവശ്യപ്പെട്ടു. ഒരാളല്ല, നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്വാമിമാർ എന്ന് വെച്ചാൽ ഈ മാലയൊക്കെ ധരിച്ചിട്ട് ശബരിമലക്ക് പോകാൻ വേണ്ടി വ്രതമെടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആർത്തവ സ്ത്രീകളെ കാണുന്നത് ദോഷമാണോ? സ്ത്രീകളോട് സംസാരിക്കാൻ പാടുണ്ടോ? അവരുമായി ഇടപഴകുന്നതുകൊണ്ട് ദോഷമുണ്ടോ? ഇത്യാദി ചോദ്യങ്ങളാണ് ചോദിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്വാമിമാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാമി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ ചോദ്യങ്ങളേ ഉണ്ടാവില്ല. ഇന്ന് ശബരിമലക്ക് പോകുന്നതിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും എന്താണ് സ്വാമി എന്നറിയുന്നില്ല. അതാണ് ഈ പ്രശ്നം. മാല ധരിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരും വിളിക്കുന്നത് എന്താണ്? സ്വാമി 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 എന്ന് വെച്ചാൽ ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഈശ്വര ചൈതന്യം വഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ള ധാരണയാണ് ഈ സ്വാമി എന്ന വാക്കിലൂടെ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ സ്വാമി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നാഥൻ, അല്ലെങ്കിൽ രക്ഷകൻ, ഇല്ലെങ്കിൽ സംരക്ഷകൻ എന്നുള്ളതാണ്. അപ്പോൾ അത് പുഴുവായാലും പൂമ്പാറ്റയായാലും ഏത് ജീവജാലങ്ങളെയായാലും അവരെയൊക്കെ സംരക്ഷിക്കുന്നവനാണ് സാക്ഷാൽ സ്വാമി. അപ്പോൾ ആ ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യമാണ് മറ്റുള്ളവരെല്ലാം തന്നെ എന്നെ സ്വാമി എന്ന് വിളിക്കാൻ കാരണം. എല്ലാവരും നമ്മളോട് ബഹുമാനപൂർവ്വം പെരുമാറുന്നത് ഈ ശരീരത്തെ കണ്ടിട്ടല്ല. അങ്ങനെയാണെങ്കിൽ മലക്ക് പോയി വന്നു കഴിഞ്ഞാൽ അത് വേണ്ടേ? അപ്പോൾ ഈ മാല ധരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യത്തിനെ അവർ തിരിച്ചറിയുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് നമ്മളെന്ന് കരുതിയിട്ടാണ്. മാലയിടുന്ന വ്യക്തി ഈശ്വരീയമായ രീതിയിൽ പോകുന്ന ഈശ്വര തുല്യമായ ഒരു വ്യക്തിത്വമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് അങ്ങനെ അവർ ജീവിക്കുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ മാലയിട്ട് കഴിഞ്ഞാൽ ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനമായ കാര്യം നമ്മുടെ മുന്നിലുള്ള സർവ്വ ചരാചരങ്ങളെയും ഈശ്വര തുല്യമായി കണ്ട് സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതേപോലെ തിരിച്ചിങ്ങോട്ടും. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഉള്ള ആൾക്കാർ നമ്മളെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടും സ്വാമി എന്ന് നമ്മൾ അഭിസംബോധന ചെയ്തത് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് അതിലും ഉള്ളത് എന്നുള്ള കാരണമാണ്. ഇവിടെ ചോദ്യം എന്താണ്? സ്ത്രീകളായിട്ട് ഇടപഴകാൻ പാടുണ്ടോ? ഈ മണികണ്ഠനായാലും അയ്യപ്പനായാലും ശാസ്താവായാലും ഉണ്ടായിരിക്കുന്നത് സ്ത്രീയിൽ നിന്നാണ്. നമ്മളെപ്പോഴും യുക്തി വരെ ചിന്തിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഞാനായാലും പറയുന്നത് നിങ്ങളുടെ യുക്തിക്ക് നിരക്ക് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കരുത്. അയ്യപ്പനാവട്ടെ, മണികണ്ഠനാവട്ടെ, ശാസ്താവാവട്ടെ, ഇനി ഏത് ദേവകളായാലും ഒരു അമ്മയുടെ വയറ്റുന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ആ അമ്മയെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ സ്ത്രീ എന്ന പേരിൽ? തെറ്റാണ്. ഈ പറയുന്ന ആൾക്ക് സഹോദരി ഉണ്ടാകില്ലേ? ആ സഹോദരി എന്തിൻ്റെ പേരിലാണ് മാറ്റി നിർത്തേണ്ട ആവശ്യം? സ്ത്രീകൾ അത്ര നികൃഷ്ടമായിട്ടൊരു ജീവിയാണോ? അതിന് പൂച്ചയിലും പട്ടിയിലും സർവ്വജീവികളിലും സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. മനുഷ്യ സ്ത്രീയോട് മാത്രം എന്താണ് ഇത്തരത്തിലുള്ള ഒരു വെറുപ്പ്? സ്വാമിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആരൊക്കെയോ നമ്മളെ പറഞ്ഞ് ആ തരത്തിലാക്കി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജീവജാലങ്ങളും ഒരു സ്ത്രീയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ വീട്ടിലായാലും അയൽവക്കത്തെ വീട്ടിലായാലും ബസ്സിൽ പോകുമ്പോഴായാലും എവിടെയായാലും സ്ത്രീകളെ കണ്ടാൽ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. മാറി നിൽക്കേണ്ടതുണ്ട്. ആരിൽ നിന്നാണ്? പലരും പറയും ആർത്തവമുള്ള സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾ മാറിയേക്കേണ്ടതെന്ന്. അല്ല. എന്തെന്നാൽ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ മനസ്സുകൊണ്ട് ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാണുന്നുണ്ടോ?
അല്പവസ്ത്രധാരിയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കാമാസക്തമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ മുന്നിലാണോ നമ്മൾ ചെന്നുപെട്ടിട്ടുള്ളത്, അവിടെ നമ്മൾ ഓടി ഒളിക്കണം. അവരായിട്ട് ഇടപഴകാൻ പാടില്ല, അവരെ കാണാൻ പാടില്ല, അവരെയാണ് കാണാതിരിക്കേണ്ടത്. കാരണം നമ്മുടെ മനസ്സ് ഇളകിപ്പോകാൻ പാടില്ല. വിശ്വാമിത്രന്റെ മനസ്സിളകിയിട്ട് മേനകയിൽ കുട്ടിയുണ്ടായി, അറിയില്ലേ, തപസ് മുടങ്ങിപ്പോയി, ആ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു. അതുപോലെ നമ്മുടെ മനസ്സിനെ ഇളക്കുന്നതായിട്ടുള്ള ഒരാൾക്കാരുമായിട്ട് സംസർഗം വേണ്ട, അത്തരത്തിലുള്ള ഒരു സംഭാഷണങ്ങൾ പാടില്ല, അത്തരത്തിലുള്ള ആൾക്കാരായിട്ട് ഇടപഴകാൻ പാടില്ല എന്ന് മാത്രം. എന്നാൽ യഥാവിധി സ്വാമിമാർക്ക് ഒരു തരത്തിലുള്ള അശുദ്ധിയുമില്ല. നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കണം, സ്വാമി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ആ ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഈശ്വര ചൈതന്യത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നാഥൻ എന്ന് പറയുന്നത്, രക്ഷകൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അശുദ്ധിയുമില്ല. മാല ധരിച്ചു കഴിഞ്ഞാൽ ഇവരെ അശുദ്ധി ബാധിക്കില്ല. അത് നമ്മളെ മനസ്സിനെ അത് ബാധിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സിന് ഇതിലൊന്നും ബാധിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഈശ്വരനായിട്ട് കാണുന്നത്, നമ്മുടെ മുന്നിലുള്ള എല്ലാം സ്വാമിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്കെന്താ അശുദ്ധി വന്നിന്? എന്നാൽ അശുദ്ധി ഉണ്ട്. ആർക്കുണ്ടെന്നത്? ഈ തരത്തിൽ മനസ്സിനെ ബാധിക്കാൻ പാടില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മനസ്സ് നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ബ്രഹ്മചര്യം നഷ്ടപ്പെടും. മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്ന ആൾക്കാരുണ്ട്. ശരീരം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം നടത്തേണ്ടത്, സ്ത്രീ പുരുഷ സംസർഗം ചില ആൾക്കാർ മനസ്സുകൊണ്ടും ചെയ്യും. അപ്പം അങ്ങനെ ഒരു കാരണവശാലും ഇവർക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അത്തരക്കാരിൽ നിന്ന് ഇവർ മാറി നിൽക്കാം. എന്നാൽ സാധാരണ എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കണ്ട് അമ്മയായിട്ടും സഹോദരിയായിട്ടും അതുപോലെ തന്നെ എല്ലാം ആ ചൈതന്യമായിട്ട് അയ്യപ്പസ്വാമിയായിട്ടും നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ കാണുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിലുള്ള സ്വാമി. ആ സ്വാമിക്ക് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രതിസന്ധികളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ ചോദിക്കും ആർത്തവമുള്ള സ്ത്രീകളെന്ന്. എന്നാൽ ഒരിക്കൽ ആർത്തവം ഉണ്ടായതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ മക്കൾ ഉണ്ടായിട്ടുള്ളത്. ഈ സ്വാമിമാരായ എല്ലാവരും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ആണല്ലോ. അപ്പം അവരെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല. അവരെ കണ്ടതുകൊണ്ട് ഒരു പാപവുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അശുദ്ധി ഇല്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അശുദ്ധി നമ്മളെ ബാധിക്കുന്നേ ഇല്ല. അപ്പോൾ ആ സ്ത്രീ അവർക്ക് തോന്നുവാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോകേണ്ടതില്ല, ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടതില്ല, അവർ മാറി നിന്നാൽ മതി. സ്വാമിമാർ എവിടെയും മാറിയേക്കേണ്ട ആവശ്യമില്ല. സ്വാമിമാർക്ക് അറിയില്ല. ഒരു ബസ്സിലെ കണ്ടക്ടറാണ്, അതിൽ ടിക്കറ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് മുൻഭാഗത്ത് ബസ്സിൻ്റെ ഉള്ളിലൂടെ മുന്നിലിട്ട് കയറി, എന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് മുറിക്കുന്ന സമയത്ത് ആർത്തവമില്ലാത്ത സ്ത്രീകൾ മാത്രം നിൽക്കുക, ബാക്കിയുള്ള ആൾക്കാർ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയാൻ പറ്റുമോ? അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്ത്രീകളാണ്, എല്ലാവരും അമ്മമാരാണ്. അവർക്ക് അവിടെ വേറെ ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. നിഷ്കളങ്കമായ മനസ്സാണ്, പവിത്രമായിട്ടുള്ള മനസ്സാണ് ആ സ്വാമിയുടേത്. അദ്ദേഹത്തിന് അതൊന്നും ബാധിക്കില്ല. അത് ചിന്തിക്കേ വേണ്ട. അതിൽ നമ്മൾ വേറെ തരത്തിൽ ചിന്ത വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കാണുക. ആർത്തവമുള്ള സ്ത്രീയാണ്, അവർ തൊട്ടത് തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. തൊട്ടത് തൊടാൻ പാടില്ല ഒന്നുമില്ല കേട്ടോ. അവരൊരു സാധനം തൊട്ടുപോയിട്ട് നമ്മളെ തൊട്ടുപോയിരുന്ന, അങ്ങനെയാണെങ്കിൽ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല. ഒരു സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അധ്യാപകനങ്ങൾ അവിടെ ക്ലാസ്സിൽ പോകാൻ പാടില്ല. അവിടെ അശുദ്ധി. നമ്മൾ അശുദ്ധി എന്ന് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും. അതെല്ലാം ശുദ്ധമാണ്, എല്ലാം ഈശ്വരമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ വേണ്ടത്. ഇതേ അവസരത്തിൽ വേറൊരാളുടെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, സ്വാമിയാണ്, അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ സമയത്ത് വെജിറ്റേറിയൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, പക്ഷേ വീട്ടിൽ പൂച്ച പട്ടി ഇവയൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മത്സ്യം കൊണ്ട് കൊടുക്കുന്നൊരു തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് അവർക്ക് കൊണ്ടു കൊടുക്കുന്നു. അവർ മറ്റു ഭക്ഷണം കഴിക്കുന്നതിന് കൊണ്ടു കൊടുത്താൽ എന്താ തെറ്റുള്ളത്? അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ജീവിയുടെ വിശപ്പടക്കാൻ ഞാൻ ചെയ്തത് പുണ്യമായ കർമ്മമാണ്. അതിനിഷ്ടപ്പെട്ട വസ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പുണ്യമായ കർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷി മൃഗാദികൾക്കോ മറ്റുള്ള ജീവജാലങ്ങൾക്കോ അതിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് ഒരു തെറ്റുമല്ല. അതുകൊണ്ടൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മം എല്ലാത്തിനെയും സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, എല്ലാം സ്വാമിയാണ് എന്ന ചിന്തയോടുകൂടി പെരുമാറുക. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അങ്ങനെ ബാധിക്കുമ്പോഴാണ്, അങ്ങനെ ടെൻഷൻ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരിക. അതുകൊണ്ട് സ്വാമിമാർക്ക് എന്ത് ചെയ്യാം? ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വാമിമാർക്ക് പൊലയോ വാലായ്മയോ ഇതൊന്നും ബാധിക്കില്ല. ബാധിക്കുന്നതൊക്കെ ഈ സ്വാമി ആകാതെ വെറുതെ മാലയിട്ട് വെറുതെ കറുപ്പെടുത്ത് സ്വാമി അല്ലാതെ വെറുതെ മറ്റുള്ള ചിന്തകളും കൊണ്ട് നടക്കുന്നയാളാണ് ഇതെല്ലാം ബാധിക്കുക. ഇതിൽ കാര്യം നമ്മൾ ചിന്തിക്കുക വേണ്ട. നമ്മളെല്ലാവരും സ്നേഹിക്കുക, എല്ലാവർക്കും പുണ്യമായ കാര്യങ്ങൾ ചെയ്യുക, എല്ലാത്തിനെയും നമുക്ക് എന്താണോ അവർക്ക് ആവശ്യം അത് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ചിന്തിച്ചോളൂ. ആർത്തവമുള്ള സ്ത്രീകളെ കണ്ടതുകൊണ്ടോ അവർ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ കൂടി പോയതുകൊണ്ടോ
ഞാൻ ഒരു സ്ഥലത്ത് മുന്നേ കാസർഗോഡ് ജില്ലയിൽ കരുവേടകം എന്ന് പറയുന്ന സ്ഥലത്ത് ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ ഞാനൊരു അയ്യപ്പ സത്സംഗം നടത്താൻ പോയി. ശബരിമല സത്സംഗം എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഒരു പരിപാടിയാണ്. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വിവരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു സഹോദരി ചോദിച്ചത്, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്വാമിയുണ്ട്, അവരുടെ വീട്ടുമുറ്റത്തിൽ കൂടി എനിക്ക് പോകാൻ പറ്റുമോ, അവരുടെ പറമ്പിലൂടെ നടന്നിട്ട് പോകാൻ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞു എന്തേ പോയാലെന്തേ. അപ്പോൾ ഇവരെവിടെയും ശരി യഥാവിധി ആർത്തവമുള്ള സ്ത്രീകൾ പൂർണ്ണമായി വിശ്രമം എടുക്കണം, അവർ അതുകൊണ്ട് പുറത്തുനിന്ന് എവിടെയും പോകാൻ പാടില്ല പണ്ട് കാലങ്ങളിൽ പറയാറുണ്ട്. എന്നാൽ ഒരു തുണയും പരതുണിയും ഇല്ലാത്ത ഒരാളാണ്, ഒരാളും രക്ഷക്കില്ല, ഒരാൾ സഹായത്തിനില്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യം ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങിച്ചത് അവരുടെ പറമ്പിലൂടെ പോയല്ലോ എന്ന് കരുതി ഒരു വിഷമവും അവർക്കില്ല. പക്ഷേ ആ കറുപ്പ് വസ്ത്രധാരികളെ കാണുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, നമ്മൾ മറ്റുള്ളവരിൽ നിശ്ചിത അകലം പാലിക്കും അല്ലേ. വയറിളകി പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ല മൂത്രം പോയിക്കൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ, നമ്മളെല്ലാവരും കൂട്ടത്തിൽ ഇടപെടില്ല, നമ്മൾ നിശ്ചിത അകലം പാലിക്കും. അതുപോലെ എല്ലാത്തിൽ നിന്നും നിശ്ചിത അകലം പാലിക്കുക. അവർ മറ്റുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വന്ന് സംസാരിച്ചത് അവർക്ക് ഒരു പാപവുമില്ല. അവർ നമ്മളോട് സംസാരിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾക്കൊരു ദോഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ നിശ്ചിത അകലം പാലിക്കുകയാണ് വേണ്ടത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അവിടെ കമൻറ്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ എഴുതിയിടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ, അവിടെ തൊട്ട് കൊടുക്കുക. ഉടൻ തന്നെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. തീർന്നു. ഇനി ഞാനിവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ മെസ്സേജ് ആയിട്ട് വരും. അന്നേരം തന്നെ കാണാൻ പറ്റുമെങ്കിൽ അന്നേരം തന്നെ കാണുക, ചൂടോടുകൂടി കാണുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.